കുറച്ച് ദിവസം ഇരിക്കോ അത് ചീത്തയാവുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഹായ് ഗൈസ്, വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മൾ ഇതിനു മുമ്പേ ഒരു മാസത്തിന് മുമ്പേ, ഒരു മാസമല്ല, ഒരു 20 ദിവസത്തിന് മുമ്പേ വൈന് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് വീഡിയോ പിന്നീട് എടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അന്ന് നമ്മൾ ഇത് ഒഴിച്ചു വെച്ചപ്പോഴേക്കും ചെറിയൊരു പൊട്ടൽ പറ്റിയത്. അത് ഞാൻ ഭരണിയെ വെയിലത്ത് വെച്ച് പിന്നീട് കൊണ്ടൊഴിച്ചപ്പോഴേക്കും സംഭവം ഭരണി പൊട്ടിപ്പോയി. ഇതിന് പിന്നെ ഒഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റി ഒഴിച്ചില്ല. MC-യിൽ വെച്ച് പൊട്ടിയ ഭാഗം അത്രയും ഞാൻ ഒട്ടിച്ചു വിട്ടു. ഇന്ന് നമ്മൾ ഇതിൽ അന്ന് ഒരുപാടുണ്ടായിരുന്നു, ഇന്ന് പക്ഷേ കുറച്ചേ ഉള്ളൂ. ഇതൊന്ന് കാണിച്ചു കൊടുത്തു. അന്ന് ഇത് ഫുള്ള് ഉണ്ടായിരുന്നു, ഇന്ന് പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ. എന്തായാലും നമ്മൾ 4 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. 4 ബോട്ടിൽ ഫുള്ളായിട്ട്, ഓരോ ബോട്ടിൽ ഫുള്ളാന്ന് നിറക്കില്ല, കുറച്ചായിട്ട്. അതായത് ഇതിലുള്ളതിനെ 4 ബോട്ടിലായിട്ട് ഒഴിക്കും. അതായത് ഇതിൽ ബോട്ടിൽ എത്രയൊക്കെ ഉണക്കിയിട്ടും ചെറിയ ഈർപ്പം വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൽ ഒഴിച്ച് വെച്ചത് ചിലപ്പോൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് 4 ബോട്ടിലായിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ട് 4 ബോട്ടിലായിട്ട് ഒഴിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിന് അതിലോട്ടാക്കാം. അപ്പോൾ അതിനൊരു കറണ്ടി എടുത്തിട്ടുണ്ട്, സ്റ്റീൽ. ഇത് കറണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ബോട്ടിൽ തന്നെ എടുക്കാം. ഇത് ഞാൻ കുറച്ച് ദിവസമായി കഴുകി പറക്കിയൊക്കെ വെച്ചിട്ട്, പക്ഷേ അത് ക്ലിയർ ആയില്ല. ഈർപ്പമൊന്നും ഇല്ലാത്തത് തന്നെ എടുക്കാനായിട്ട്. ഓക്കെ, ഇത് ഞാൻ പൈനാപ്പിൾ വൈനാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കണ്ടാൽ മതി. ഞാൻ ഇത് അല്ലാതെ അരിക്കുന്നൊന്നുമില്ല സെപ്പറേറ്റ്. ഇതിലുള്ളതിനെ തന്നെ കോരി അങ്ങ് നിറയ്ക്കുകയാണ് കേട്ടല്ലോ. അത് സെപ്പറേറ്റ് അരിച്ച് വയ്ക്കുന്നില്ല, നേരെ അങ്ങ് കോരി നിറയ്ക്കുകയാണ്. അടുത്തോട്ട് കാണിക്കണം. കൂടുതൽ ദിവസം ഇത് വച്ചിരിക്കാം, പക്ഷേ നമ്മൾ 20 ദിവസത്തിലെടുത്തു. ഇനി ഒരു 5 ദിവസത്തിൽ ക്രിസ്മസ് ആണ്, അതുകൊണ്ടാണ് എടുത്തത്. ഇത് ഞാൻ ഇതിൽ ഗോതമ്പ് സാധനങ്ങളൊന്നും ചേർന്നാണ് ഇങ്ങനെ ലഹരി അധികം കയറാത്ത രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയാൽ ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഒരു ബോട്ടിൽ അരയായി. ഒന്നൊന്നും കറക്റ്റാണ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അര ഭാഗം വെച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചത്. ഉള്ളതോളം ആവട്ടെ. ഇത് കുറച്ചായിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ. ചില ബോട്ടിലുകളൊക്കെ ഇതൊക്കെ ഉള്ളിൽ ഗ്ലാസ്സാണ്, പിന്നെ ഞാൻ പൊട്ടിച്ചെടുത്താണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല, പതുക്കെ ഇതിലിറങ്ങുള്ളൂ. ഇത് എത്ര ബോട്ടിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കുറച്ചായിട്ട് ഒഴിക്കുകയാണ്. സ്പീഡിൽ ഒഴിക്കാൻ പറ്റത്തില്ല, സംഭവം എല്ലാം കൂടെ എടുത്തങ്ങ് പോവുകയാണ് മുകളിലൂടെ. പകുതി ഒഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒഴിച്ചൊഴിച്ച് വന്നപ്പോഴേക്കും 4 കുപ്പി ഉണ്ടായി. ഇത് കുറച്ച് ദിവസം ആകുമ്പോഴേക്ക് തെളിയെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, എന്തായാലും നോക്കി നോക്കട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം ഒഴിച്ചപ്പോഴേക്ക് തെളിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വേസ്റ്റൊന്നും എടുത്ത് കലക്കിയില്ല. അയ്യോ, അവരറിഞ്ഞില്ല, അവരറിഞ്ഞു. ബാക്കിയുള്ള അതിനും കൂടെ കറച്ചിക്കാം. എന്തോന്ന് മനസ്സിലായില്ല. അതിന്ന് പറഞ്ഞാൽ സാധനം തീർന്നു. ഓക്കെ, അപ്പോൾ ഇതിലുള്ളത് ഏതാണ്ട് ഞാൻ എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ അത് മറ്റേ തുണി കെട്ടി പിഴിഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുന്നത് വേസ്റ്റ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൽ ഒരുപാട് ഇതിപ്പോൾ തെളിയുമ്പോൾ ഇവിടെ ഒരു പൊടി ഉണ്ടാവുമല്ലോ, അതുപോലെ ഇത് പിഴിയുമ്പോൾ ഓവറായിട്ട് പൊടി പോലെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് പിഴിയാതെ എടുത്തത്. പിഴിയാതെ എടുത്തപ്പോൾ തന്നെ എനിക്ക് 4 ബോട്ടിൽ കിട്ടി. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാൻ എന്തായാലും എടുക്കുന്നില്ല, കളയാനാണ് പോകുന്നത്. ഇതുകൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യാം, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഇത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനി കുറച്ച് ദിവസം ഇരിക്കോ അത് ചീത്തയാവുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കഴുകി ഉണക്കിയിട്ട് ഇപ്പോൾ 3 ദിവസമായി. 3 ദിവസം കൊണ്ട് ഇത് ഉണക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള തണുപ്പൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെറിയ ഇരിപ്പത്തിൻ്റെ ഇതുണ്ട്. ഞാൻ ഇന്ന് മൊത്തം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ചെറിയൊരു ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി കിട്ടില്ലെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ഇരിക്കട്ടെ, ഉണ്ടാക്കി നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ കളയാം, അത്രേ ഉള്ളൂ. ഇത് ഞാനിനി ഏതെങ്കിലും ഒരു ബോട്ടിലെടുത്ത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എരിവും മധുരം എല്ലാം കൂടെ കയറി ഇരിക്കുകയാണ്. കുഴപ്പമില്ല, ഞാനത് കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെയാണ് വൈൻ ഉണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഓക്കെ,
എന്നാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇങ്ങനെ തന്നെയാണോ ഉണ്ടാകുന്നതെന്നൊന്ന് കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.